പല്ലശ്ശന ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പല്ലാവൂർ ഗവൺമെന്റ് LP സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. MLA കെ പ്രേമൻ ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളുടെ അഭിരുചികളെ കണ്ടെത്തി അവരുടെ സർഗാത്മകതയെ തൊട്ടുണർത്തി അത് പരിപോഷിപ്പിക്കുന്നതിനുള്ള ഇടമായി നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ മാറി. പൊതുവിദ്യാലയങ്ങൾ എന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടാത്ത, ഡിമാൻഡില്ലാത്ത ഒരവസ്ഥയിൽ നിന്നും പൊതുവിദ്യാലയങ്ങളിൽ സ്കൂൾ കുട്ടികളെ ചേർക്കാൻ രക്ഷിതാക്കൾ ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യം ഈ കഴിഞ്ഞ 10 വർഷങ്ങളിലുണ്ടായി. അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഈ നാടിന്റെ സംസ്കാരത്തെ വാർത്തെടുക്കുന്ന വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം നൽകുന്ന വിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളായി മാറണമെന്നും അതിന് അധ്യാപകരോടൊപ്പം സർക്കാരും പൊതുസമൂഹവും ഒരുമിച്ചൊരു മനസ്സോടുകൂടി നിന്നതിന്റെ ഫലമായിട്ടാണ് ഈ കഴിഞ്ഞ 10 വർഷം എന്നത് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഒരു സമ്പൂർണ്ണ സുവർണ കാലഘട്ടമായി അറിയപ്പെടുന്നു എന്ന് ഞാൻ പറഞ്ഞത്. ഇത് കേവലം വെറുവാക്കുകൾ കൊണ്ട് പറഞ്ഞതല്ല. വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങൾ എന്നത് സ്കൂൾ തുറക്കുമ്പോഴേക്കും കൈകളിലെത്തുന്നു. ഒരു കുട്ടിയും ഒരു സർക്കാർ വിദ്യാലയങ്ങളിൽ പോയിരുന്ന് പഠിക്കുമ്പോൾ ബിഷപ്പിന്റെ ഉൾവിളികൾ കേട്ടുകൊണ്ട് അവിടെ ബിഷപ്പിന്റെ വേദന അറിഞ്ഞുകൊണ്ട് പഠിക്കേണ്ടതില്ല. ആ കുട്ടികൾക്കെല്ലാം ഉച്ചഭക്ഷണം സുഭിക്ഷമായി കൊടുക്കുന്ന കേന്ദ്രങ്ങളായി നമ്മുടെ വിദ്യാലയങ്ങൾ മാറുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമദാസ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ആർ കണ്ണദാസ്, എ രാജാമണി, സി രജീഷ, പഞ്ചായത്ത് അംഗങ്ങളായ കെ കൃഷ്ണൻ, എം കൃഷ്ണൻ, ശരണ്യ ധനേഷ്, PTA പ്രസിഡന്റ് PS പ്രവീഷ എന്നിവർ സംസാരിച്ചു. നിർവഹണ ഉദ്യോഗസ്ഥ ഹെഡ്മിസ്ട്രസ് T ഷൈമ സ്വാഗതവും സമഗ്ര വിദ്യാഭ്യാസ പരിപാടി കൺവീനർ A ഹാറൂൺ നന്ദിയും പറഞ്ഞു. ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 8ാമത്തെ വർഷമാണ് പല്ലശ്ശന ഗ്രാമപഞ്ചായത്ത് പ്രഭാത ഭക്ഷണ പരിപാടി നടപ്പിലാക്കി വരുന്നത്. ഈ അധ്യയന വർഷം ആദ്യമായി പ്രഭാത ഭക്ഷണം നടപ്പിലാക്കുന്നതും പല്ലാവൂർ ഗവൺമെന്റ് LP സ്കൂളിലാണ്. 220 കുട്ടികൾക്ക് പദ്ധതിയുടെ ഗുണം ലഭിക്കും. UTV ന്യൂസ്, പാലക്കാട്.